This call is now being recorded. യെസ്, ഇവിടെ തന്നെ നമ്മൾ തുടങ്ങേണ്ടത്. ഇപ്പൊ സൗണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. വോയിസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് നിർത്തിയ സ്ഥലത്ത് നിന്നും നമുക്ക് ബാക്കി ആരംഭിക്കാം. ഇടയിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. ഓക്കെ, നമുക്ക് പോവാം. അപ്പൊ ചോദ്യം ഇതാണ്: വിച്ച് ന്യൂസ് പേപ്പർ സപ്പോർട്ടഡ് ദ സ്ലോഗൻ ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് ആൻഡ് വാസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് റീജിയണൽ ന്യൂസ് പേപ്പർ ഓഫ് കേരള? അപ്പൊ എന്താണ് കേരളത്തിലെ ആദ്യത്തെ മലയാളി. റീജിയണൽ ന്യൂസ് യെസ്, കേരളത്തിലെ ആദ്യത്തെ റീജിയണൽ ന്യൂസ് പേപ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തില്. അത് കൂടാതെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ്, അല്ലെങ്കിൽ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, നമ്മൾ മലയാളി മെമ്മോറിയലിൽ കേട്ട കാര്യമാണ് അല്ലെ. അത് അച്ചടിച്ചു വന്നിട്ടുള്ള പത്രം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തു പോവുക. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി വന്നിട്ടുണ്ട്. എന്താണ്? മലയാളിയാണ് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. പ്രസ്തുതമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഭാഗമാണ്. എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈസ് നോൺ as the father of Muslim Renaissance in Kerala. Which of his publication was an Arabic Malayalam monthly magazine started in 1980 എന്നുള്ളതാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തു പോവാട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ചിട്ടുള്ള അറബി മലയാളം മന്ത്ലി മാഗസിൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വർഷവും തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എപ്പോഴാണ് ഇദ്ദേഹം നമ്മുടെ പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആവുന്നതെന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി പത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സ്വദേശാഭിമാനി കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് നമ്മുടെ സിലബസിനകത്ത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പേരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. അപ്പോ പത്രത്തില് അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭരണത്തിനെതിരെയുള്ള ആർട്ടിക്കിളുകൾ എഴുതിയതിനെ തുടർന്ന് അവിടെ നിന്നും നാട്ടിൽ നിന്നും നാട് കടത്തിയിട്ടുള്ള പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് തിരുവിതാംകൂറിലെ ദിവാനെതിരെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആർട്ടിക്കിളുകൾ എഴുതുന്നത്. ഈ ഉത്തരം വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ എഴുതുന്നത് അന്ന് പറഞ്ഞു, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ എഴുതുന്ന പത്രാധിപരെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, നമുക്ക് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് സംഘടനകളും ഒരുപാട് പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ആരംഭിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഒരു ഭാഗമാണ് അൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. അത് അദ്ദേഹത്തിന്റെ അറബി മലയാളം മന്ത്ലി മാഗസിൻ ആണ്. 1918 ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ വോയിസ് ബ്രേക്ക് ഒന്നും ഇല്ല എന്നും വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. Which newspaper known as the Izhava Gazette was the mouthpiece of SNDP യോഗം and was named in respect of സ്വാമി വിവേകാനന്ദ? എന്താ പറഞ്ഞേക്കണത്? നമ്മൾ ഓൾറെഡി SNDP കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. SNDPയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണമുണ്ട്. SNDPയുടെ മുഖപത്രം അല്ലെങ്കിൽ മൗത്ത് പീസ് എന്നറിയപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണം. അതെ, ഉത്തരങ്ങൾ കമന്റ് ചെയ്ത് പോവുക കേട്ടോ. ഇടയില് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ ഒരു പത്രം എന്ന് പറയുന്നത്? അന്നത്തെ SNDPയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നതും അതേപോലെ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതുമാണ്. ഇത് കൂടാതെ
സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ട് ആരംഭിച്ചിട്ടുള്ള പത്രം കൂടിയാണ്. ഇതിന് ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, വിവേകോദയമാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടല്ലേ കൊടുക്കുന്നത്, അപ്പൊ വിവേകോദയം. ഓക്കെ, SNDPയുടെ അന്നത്തെ മുഖപത്രം എന്ത് എന്നൊറ്റ ചോദ്യം ചോദിച്ചിരുന്നെങ്കിലും ഉത്തരം വിവേകോദയമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യമാണ്, ദ ന്യൂസ് പേപ്പർ അൽ അമീൻ വാസ് ഫൗണ്ടഡ് ബൈ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. സാധാരണ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളില് അൽ അമീൻ പത്രം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സ്ഥാപിച്ചിട്ടുള്ള പത്രം ഏത് എന്നും ചോദിക്കാം. നേരത്തെ നമ്മൾ അൽ ഇസ്ലാം കണ്ടിട്ടുണ്ടായിരുന്നു, രണ്ടും മാറിയത് കേട്ടോ. അപ്പൊ അൽ അമീൻ കണ്ടു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കിയേ, ഈ അൽ അമീൻ പത്രം സ്ഥാപിച്ചിട്ടുള്ള മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്ത് പേരിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശേഷണം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇതിന്റെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള സ്വാതന്ത്ര്യ സമരം, സോഷ്യൽ റിഫോർമേഷൻ, ഇതിനൊക്കെ എതിരെ റവല്യൂഷണറി ആയിട്ടുള്ള, അതായത് അഹിംസാപരമൊന്നുമല്ല, റവല്യൂഷണറി ആയിട്ടുള്ള സമരമുറകൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വീക്ഷണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് നരേൻ അഭിനയിച്ചിട്ട് സിനിമയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്, വീരപുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ആ ഒരു വിപ്ലവപരമായിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്ന അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ ഏത്? അൽ അമീൻ എന്ന പത്രം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒന്ന് രണ്ട് ഫാക്ടുകൾ പഠിച്ചു പോയി ഈ ചോദ്യത്തിൽ നിന്നും. അടുത്തതിലേക്ക് നമുക്ക് പോവുകയാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക് രണ്ട് തരത്തിലുമുണ്ട്. നമുക്ക് ഫാക്ച്വൽ ആയിട്ട് ആദ്യം വന്ന നോവല്, ആദ്യം വന്ന കഥ, ഇങ്ങനെയുള്ളത്, ഇന്ന നോവൽ എപ്പോ പ്രസിദ്ധീകരിച്ചു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന ആ ഒരു സാഹിത്യ പ്രസ്ഥാനത്തെ കുറിച്ച്, അല്ലെങ്കിൽ പുരോഗമന സാഹിത്യ സംഘം എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ കുറിച്ച് ഇങ്ങനെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാം. ഇവിടെ കൃത്യമായിട്ട് നമ്മളോട് നോവൽ, ഡ്രാമ, പോയട്രി, ഇതുകൂടാതെ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം, അതുകൂടാതെ നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്ന് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൽ ഏതൊക്കെയാണ് നമ്മുടെ ചോദ്യം, ഏത് രീതിയിലാണ് ചോദിക്കുക എന്ന് നമുക്ക് നോക്കി പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, വിച്ച് വാസ് ദ ഫസ്റ്റ് ഡ്രാമ സ്റ്റേജ്ഡ് ബൈ ദ കേരള പീപ്പിൾസ് ആർട്ട് ക്ലബ്ബ് KPSC? KPSC എന്ന് പറയുന്ന ഒരു നാടക സമിതിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? KPSC ലളിത കേട്ടിട്ടില്ലേ? അപ്പൊ KPSC എന്ന് പറയുന്നത് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബാണ്. 1951 കാലഘട്ടത്തില് ഈ KPSC എന്ന് പറയുന്ന നാടക സംഘടന ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്, ആദ്യത്തെ നാടകം. കേരളത്തിന്റെ ഈ പറയുന്ന ലിറ്റററി മൂവ്മെന്റുകളിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു സംഭവമാണ് നാടകം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് സിനിമയും കാര്യങ്ങളൊക്കെ വന്നപ്പോ കുറെയൊക്കെ അന്യം നിന്ന് പോയെങ്കിലും നമ്മുടെ ആ ഒരു സാംസ്കാരികപരമായിട്ടുള്ള ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നാടകം എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ സാഹിത്യ മൂവ്മെന്റുകൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാടകങ്ങള്, അല്ലെങ്കിൽ 1128 ക്രൈം 27, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാടകങ്ങളുണ്ട്. അന്നത്തെ ആ ഒരു സാമൂഹിക വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന തരം നാടകങ്ങളുണ്ട്. അപ്പൊ KPSC 1951 അവതരിപ്പിച്ച നാടകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയുമോ? ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ഉത്തരം എന്താണ്? എന്റെ മകനാണ് ശരി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലിബർട്ടി മൂവ്മെന്റ്? സ്വാതന്ത്ര്യ മൂവ്മെന്റിന്റെ, ലിബർട്ടി മൂവ്മെന്റിന്റെ പിതാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഇതൊരു സാഹിത്യ പ്രസ്ഥാനമാണ്, സാഹിത്യ മൂവ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ പിതാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ്. ലൈബ്രറിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ലൈബ്രറി കേരളത്തിന്റെ പല മൂലകളിലും സ്ഥാപിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് ആയിട്ട് അറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം വായനാ ദിനം നമ്മൾ ആചരിക്കാറുണ്ടല്ലേ? PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്.
അപ്പൊ ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് PN പണിക്കര് തന്നെയാണ്. അത് സംശയമില്ലാത്തൊരു ഉത്തരവാണ് അല്ലെ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളില് ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ലൈബ്രറി കൗൺസിൽ എന്ന പേരിൽ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. കേരളത്തിലെ പല ഭാഗങ്ങളിലും ലൈബ്രറികൾ സ്ഥാപിക്കുന്നുണ്ട്. ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ആദ്യകാലത്തെ രൂപമാണ് PN പണിക്കര് സ്ഥാപിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PN പണിക്കര്. ഓക്കെ, ക്ലിയർ ആയി, ഉത്തരങ്ങൾ കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. വിച്ച് നോവൽ ഈസ് recognized as the first novel conceived and published in മലയാളം? മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുള്ള ഒരു ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നോവൽ ഏത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് എന്നാണ് ചോദ്യം. സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഉത്തരം വരുന്നത്? യെസ്, എല്ലാവരും സി ആൻസറിലേക്ക് വരുന്നുണ്ട്. ഉത്തരം എന്താണ്? കുന്തലതയാണ് അല്ലെ. ഇവിടെ നമ്മളോട് ഒരുപക്ഷെ ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് എന്നാണ് ചോദിച്ചതെങ്കിൽ ഉത്തരം എന്താകുമായിരുന്നു? ഓപ്ഷൻ എ ഇന്ദുലേഖയാകുമായിരുന്നു. പിന്നെ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താകുമായിരുന്നു? ഓപ്ഷൻ ബി ആകുമായിരുന്നു, മാർത്താണ്ഡവർമ്മയാകുമായിരുന്നു. ഇവിടെ ഉത്തരം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് എന്ന് മാത്രമാണ്. അപ്പൊ ഉത്തരം എന്താണ്? കുന്തലതയാണ്. ക്ലിയർ ആയല്ലോ, കിട്ടിയല്ലോ. അപ്പൊ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. ആ ഓപ്ഷനുകളിൽ നിന്നും എന്തെങ്കിലും ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഹൂ റോട്ട് ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഡ്രാമ ഇൻ മലയാളം? മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവല്, ആദ്യത്തെ നോവല്, ലക്ഷണമൊത്ത നോവലൊക്കെ പറഞ്ഞു. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എന്നറിയപ്പെടുന്ന ഒരു നാടകമുണ്ട്. അതിന്റെ പേരാണ് പാട്ടബാക്കി എന്ന് പറയുന്നത്. അത് രചിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ടബാക്കി രചിച്ചത് ആര്? പാട്ടബാക്കിയുടെ പ്രത്യേകത എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലാണ്, പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മളോട് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, പാട്ടബാക്കി എന്ന് പറയുന്ന നോവലിന്റെ പ്രത്യേകത എന്ത്? ആദ്യത്തെ പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഇന്ന പൊളിറ്റിക്കൽ നാടകം അല്ലെങ്കിൽ എന്താ പറയാ ചരിത്രപരമായിട്ടുള്ള നോവൽ, ഇങ്ങനെ പല സംഭവങ്ങളും തരാം. പാട്ടബാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലാണ്, പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അത് രചിച്ചത് ആരാണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, കെ ദാമോദരനാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഫാക്റ്റുകളാണ് ഇതെല്ലാം തന്നെ. അടുത്തൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളൊരു ഭാഗമാണ്. നവോത്ഥാന നേതാക്കളെ, അവരുടെ സംഘടനകളെയൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നവോത്ഥാന മേഖലയാണ് ഇതെന്ന് പറയുന്നത്. ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എടുത്തു പോയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇവരെ കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് കാലത്തെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം ആലോചിച്ചാൽ നമുക്കറിയാം അല്ലെ. സ്ത്രീകൾക്ക് വളരെയധികം എന്താ പറയാ അവഗണനകള് അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, താഴ്ന്ന ജാതിയിലുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതേപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ തന്നെയും പോരാടിയ സ്ത്രീകളും അവരെ കുറിച്ചിട്ടുള്ള, അവർ പങ്കെടുത്തിട്ടുള്ള റിവോൾട്ടുകളും ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് സിലബസിലെ കുറെ ആളുകളുടെ പേര് തന്നെ എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, AV കുട്ടിമാളുമ്മ, ലളിത പ്രഭു, അക്കമ്മ ചെറിയാൻ, അന്ന ചാണ്ടി, ലളിതാംബികാന്തർജനം ആൻഡ് അതേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ യൂത്ത് വിങ് ഓഫ് യോഗക്ഷേമ സഭ? യോഗക്ഷേമ സഭയുടെ യൂത്ത് വിങ്ങിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. യോഗക്ഷേമ സഭ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണത്. VT ഭട്ടതിരിപ്പാട് പ്രധാനമായിട്ടും പങ്കെടുത്തിട്ടുള്ള, VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. ഉത്തരങ്ങൾ കമന്റ് ചെയ്യാട്ടോ. യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് അന്നത്തെ നമ്പൂതിരിമാർക്കിടയില്, അന്തർജനങ്ങൾക്കിടയില് ഒക്കെ തന്നെ നിലനിന്നിരുന്ന കുറേയധികം അനാചാരങ്ങളുണ്ട്. ഈ അനാചാരങ്ങളെയൊക്കെ എടുത്തു കാട്ടാൻ വേണ്ടി, ആ അനാചാരങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടും ആരംഭിച്ച
സംഘടനയാണ് യോഗക്ഷേമ സഭ. അതിന്റെ യൂത്ത് വിങ് ഉണ്ടായിരുന്നു. ആ യൂത്ത് വിങ്ങിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു സംഭവമാണ്. ആരാണത്? പാർവതി നെന്മേനി മംഗലമാണ്. ഓപ്ഷൻ ബി ആണ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പൊ പാർവതി നെന്മേനി മംഗലത്തെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. മറക്കുറ മൊമെന്റ്, കാതുമുറി പ്രസ്ഥാനം, ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളില് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വേണ്ടിയിട്ടോ ഇത് കൂടാതെ അന്തർജനങ്ങൾക്കിടയിലും നമ്പൂതിരിമാർക്കിടയിലും നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ഒക്കെ തന്നെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ഒരു വനിതാ നേതാവാണ് പാർവതി നെന്മേനി മംഗലം. ഇവരുടെ കുറെ മൂവ്മെന്റുകളാണ് കാതുമുറി പ്രസ്ഥാനം, മറക്കുട മൂവ്മെന്റ്, ഘോഷയാത്ര, ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. ഇതിൽ ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. പാർവതി നെന്മേനി മംഗലമാണ് യോഗക്ഷേമ സഭയുടെ യൂത്ത് വിങ്ങിന്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ്, സോറി വനിതാ പ്രസിഡന്റ്. മലയാളി എവിടെ നിന്ന് വരുന്നു? വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് അക്കമ്മ ചെറിയാൻ? അക്കമ്മ ചെറിയാൻ ഇതുപോലെ തന്നെ സാമൂഹിക പ്രക്ഷോഭങ്ങളിൽ വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അക്കമ്മ ചെറിയാന്റെ ഓട്ടോബയോഗ്രഫി, അവരുടെ ആത്മകഥ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന ആത്മകഥകളൊക്കെ തന്നെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്, അലലരിയും കാലം, അതേപോലെ എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ്. എല്ലാം ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അക്കാമ ചെറിയാന്റെ ഓട്ടോബയോഗ്രഫി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അവരുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്? കമന്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജീവിതം ഒരു സമരം എന്നുള്ളതാണ്. ഞാൻ ഈ ഫാക്ടുകൾ പറയുന്ന സമയത്ത് നിങ്ങൾ കമന്റ് ചെയ്ത് പോവുക കേട്ടോ. ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഈ ഒരു കാര്യം. ചോദ്യം കാണുന്നു, ഉത്തരം വായിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് സഹായിക്കും. ഇവിടെ എന്താണ് അക്കമ്മ ചെറിയാന്റെ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജീവിതം ഒരു സമരം എന്നുള്ളതാണ്. ആത്മകഥകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലിറ്റററി ഫിഗേഴ്സ് അല്ലെങ്കിൽ എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നിന്നാണെങ്കിലും കുറെ രചനകൾ നമുക്ക് ചോദിക്കും. അവിടെ ഓപ്ഷനകത്ത് ഇതേപോലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഒക്കെ ആത്മകഥ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപകാരപ്പെടും. അതുകൂടാതെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് നേരിട്ട് ഇതേപോലെ തന്നെ അവരുടെ ഓട്ടോബയോഗ്രഫി ഏത് അല്ലെങ്കിൽ ഇന്ന ഓട്ടോബയോഗ്രഫി ആരുടേത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ചോദ്യം ചോദിക്കാം. ഏത് രീതിയിൽ ചോദിച്ചാലും ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, മേരി പുന്നൻ ലൂക്കോസ് ഹോൾഡ്സ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ് ഇന്ത്യസ് ഫസ്റ്റ് വുമൺ ഇൻ വിച്ച് റോൾ? മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. ഇവര് താഴെ പറയുന്നതിൽ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ആദ്യത്തെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ആദ്യത്തെ യൂണിയൻ മിനിസ്റ്റർ ആണോ? ആദ്യത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണോ? ആദ്യത്തെ സർജൻ ജനറൽ ആണോ? ആദ്യത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉത്തരങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ എന്താണ്, വനിതകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ വനിതകളെ പ്രക്ഷോഭങ്ങളെ കുറിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളത് മാത്രമല്ല, അന്നത്തെ സാമൂഹികപരമായിട്ട് അസമത്വം നേരിട്ടിരുന്ന ഒരു സമൂഹത്തില് സ്വന്തമായിട്ട് ഒരു കരിയർ കണ്ടെത്തുക, പഠിക്കുക, അല്ലെങ്കിൽ അന്നത്തെ ഒരു വലിയ നിലയിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരുക എന്നുള്ളതും അന്നത്തെ ഒരു വലിയ സമരം തന്നെയായിരുന്നു. അപ്പോ അത് പലതരത്തിലുള്ള സാമൂഹിക സ്ഥിതിയിൽ നിൽക്കുന്ന സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനമായിട്ട് കൂടെ അത് മാറും അല്ലെ. അതുകൂടാതെ ഒരു നല്ല വിദ്യാഭ്യാസത്തിലേക്കോ നല്ല പദവിയിലേക്കോ ഒരു സ്ത്രീ എത്തിക്കഴിയുമ്പോൾ അവര് മറ്റുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ അവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ സർജൻ ജനറൽ ആണ് മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. സർജൻ ജനറൽ ആണ് ഇന്ത്യയിലെ തന്നെ. അപ്പൊ നമ്മളോട് ചോദ്യത്തിനകത്ത് കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറൽ ആരെന്ന് ചോദിച്ചാലും മേരി പുന്നൻ ലൂക്കോസ് തന്നെ. അപ്പൊ ഉത്തരത്തിലേക്ക് എത്താതെ നമുക്ക് ലോജിക്കാണ് അല്ലെ. ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, സർജൻ ജനറൽ ആണ് മേരി പുന്നൻ ലൂക്കോസ്. നിങ്ങൾ ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് ലിറ്റററി വർക്ക് ബൈ ലളിതാംബിക അന്തർജനം വോൺ ദ ഫസ്റ്റ് വയലാർ അവാർഡ് ഇൻ 1977? നമുക്ക് മലയാളത്തില് ഒരുപാട് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവാർഡുകൾ ഉണ്ട് അല്ലെ. ഈ പറയുന്ന അവാർഡുകളില്
പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകളിൽ ഒരെണ്ണമാണ് ഇപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, ഇങ്ങനെ കുറെ ഉണ്ട്. അത്തരത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ് വയലാർ അവാർഡ് എന്ന് പറയുന്നത്. വയലാർ അവാർഡ് നൽകി തുടങ്ങുന്നത് 1977-ലാണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടുന്നത് ലളിതാംബിക അന്തർജനമാണ്. ഏത് രചനയ്ക്കാണ് അവരത് നേടുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. സി ആണ് അല്ലെ? അഗ്നിസാക്ഷിയാണ് അവരുടെ വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി എന്ന് പറയുന്നത്. ലളിതാംബിക അന്തർജനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അഗ്നിസാക്ഷിയൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അന്നത്തെ നമ്പൂതിരിമാർക്കിടയിൽ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ അന്തർജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അന്തർജനങ്ങൾക്ക് അന്ന് മുന്നോട്ട് വരാനുണ്ടായിരുന്ന അവരുടെ ആ ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ, അതിനെയൊക്കെ വളരെ ധൈര്യസമേതം എടുത്തു കാണിക്കുന്ന ഒരു നോവൽ കൂടിയാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനാണ് 1977 ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഫാക്റ്റുകൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആദ്യത്തെ കാര്യം ഇതാണ്. ഷി വാസ് ദ കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം. എന്താണ്? ഷി വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ റെപ്രസെന്റേറ്റീവ് ഫ്രം ട്രാവൻകൂർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് അല്ലെ? ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടെ ഒന്നു ചേർന്ന ഒരു സംഭവം. ഇതിനു വേണ്ടിയിട്ട് കേരളത്തിൽ അന്ന് സംസ്ഥാനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പ്രവിശ്യകളാണ് അല്ലെ? ആ പ്രവിശ്യകളിൽ നിന്നും ഓരോരോ ആളുകളെ, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂറിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് പോയിട്ടുള്ള വനിതാ പ്രതിനിധി ആയിരുന്നു ആനി മസ്ക്രീൻ എന്ന് തന്നിട്ടുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുക കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത്, ഷി വാസ് ദ ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഇൻ ദ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്. തിരുവിതാംകൂർ കൊച്ചി സ്റ്റേറ്റിൽ, അതായത് പിന്നീട് ഐക്യ കേരളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിട്ട് കേരളമായിട്ട് ഉണ്ടാവുന്നതിന് മുൻപ് തിരുവിതാംകൂറും കൊച്ചി മലബാറുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർത്ത് തിരുക്കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് നിർമ്മിക്കുകയും അവിടെ ഒരു എന്താണ് മന്ത്രിസഭ ഉണ്ടാവുകയും ചെയ്തു. എന്തോ ഫാനിന്റെ എന്തോ സൗണ്ട് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, തിരുക്കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാവുകയും ചെയ്തു. ആ തിരുക്കൊച്ചി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിന്റെ ആദ്യത്തെ വനിതാ മിനിസ്റ്റർ ആയിരുന്നു എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത്, ഷീ ഈസ് നോൺ as ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് തന്നിട്ടുണ്ട്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു എന്നും തന്നിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓക്കെ, 1ഉം 2ഉം മാത്രമാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. യെസ്, ഓപ്ഷനിലേക്ക് എത്തുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരി. ഇവിടെ എന്താണ് നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു ഫാക്ടർ? ആനി മസ്ക്രീൻ എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആണോ? അല്ല, കേരളത്തിന്റെ ഝാൻസി റാണിയാണ് അല്ലെ ആനി മസ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ലക്ഷ്മി എൻ മേനോനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലക്ഷ്മി എൻ മേനോൻ. ഷി വാസ് ദ ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ മെമ്പർ ആവുന്ന ആദ്യത്തെ മലയാളി വനിത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തോ ഒരു സൗണ്ട് ഇടയിൽ ഉണ്ടാവുന്നുണ്ട്, ഫാനിന്റെ ആണ് എന്ന് തോന്നുന്നു. ഒന്ന് മൈക്ക് മ്യൂട്ട് ആക്കാനൊന്ന് ശ്രദ്ധിക്കണേ. യെസ്, മൈക്ക് ഒന്ന് മ്യൂട്ടാക്കാൻ ശ്രദ്ധിക്കണേ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇപ്പൊ വോയിസിന് ബ്രേക്ക് ഇല്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് എന്ന് പറയുന്ന സംഭവമാണ് അവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇവിടെ നമ്മളോട് ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലക്ഷ്മി എൻ മേനോനാണ്. ഷി വാസ് ദ ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം എ മെമ്പർ ഓഫ് രാജ്യസഭ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയിലെ മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് എന്ന് തന്നിട്ടുണ്ട്. അടുത്തത്, ഷീ സെർവ്ഡ് as ദ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇൻ യൂണിയൻ ക്യാബിനറ്റ്. യൂണിയൻ മന്ത്രിസഭയിലെ, കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യത്തിന്റെ മന്ത്രിയായിട്ട്, ഡെപ്യൂട്ടി മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട്. 1957 പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നും തന്നിട്ടുണ്ട്.
ഈ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ലക്ഷ്മി എൻ മേനോനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാജ്യസഭയിലെ മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളി വനിതയാണ്. അവരെ കുറിച്ച് കൂടുതൽ ഫാക്റ്റുകളുണ്ട്. നമ്മൾ ക്ലാസ്സിലെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ 3 കാര്യങ്ങളും ശരിയാണ്. ഈ 3 ഫാക്റ്റുകൾ നമ്മൾ ലക്ഷ്മി എൻ മേനോനെ കുറിച്ചിട്ട് ഈ ഭാഗത്ത് തന്നെ നമ്മൾ കവർ ചെയ്ത് പോയി. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആര്യ പള്ളം ലെഡ് ദ മറക്കുട ബഹിഷ്കരണ ജാഥ. മറക്കുട ബഹിഷ്കരണ ജാഥ ആരംഭിച്ചത് ആര്യ പള്ളമാണ് എന്ന് തന്നിട്ടുണ്ട്. അടുത്തത്, എ.വി. കുട്ടിമാളു ഉമ്മ വാസ് എലക്ടഡ് ടു ദ മദ്രാസ് അസംബ്ലി ഇൻ 1936. 1936 എ.വി. കുട്ടിമാളു അമ്മയെ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അടുത്തത്, തോട്ടക്കാട്ട് മാധവിയമ്മ വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ഫസ്റ്റ് NSS വിമൻ കോൺഫറൻസ് ഇൻ 1929. 1929 ആദ്യത്തെ NSSന്റെ വനിതാ കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? 3 ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ. ആര്യ പള്ളവും അതേപോലെ തന്നെ പാർവതി നെന്മേനിമംഗലവും ഇവര് 3 പേരും മറക്കുട ബഹിഷ്കരണ ജാഥ എന്ന് പറയുന്ന ജാഥയില് അന്തർജനങ്ങൾക്കെതിരെയുള്ള അനാചാരങ്ങൾക്കെതിരെ പങ്കെടുത്തിട്ടുള്ള വ്യക്തികളാണ്. എ.വി. കുട്ടിമാളു അമ്മ 1936 മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. തോട്ടക്കാട്ട് മാധവിയമ്മ ആരാണ്? മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായിരുന്നു തോട്ടക്കാട്ട് മാധവിയമ്മ. അവര് NSS എന്ന് പറയുന്ന സംഘടനയുടെ വനിതാ കോൺഫറൻസിൽ 1929 ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. ഓക്കെ, ഈ 3 ഫാക്ടുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇവിടെ കുറേയധികം ആളുകളെ നമുക്ക് കൃത്യമായിട്ട് എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് പേരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഉള്ളതാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. സംഘടനകൾ കൂടാതെ അവർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും അവരെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഇവിടെ പഠിച്ചു പോകാനുണ്ട്. തൈക്കാടയ്യ, വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, അങ്ങനെ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഇത്രയും ആളുകളെ നോക്കാനുണ്ട്. എല്ലാം ഒന്നും ഞാൻ വായിച്ചു വിടുന്നില്ല, നമ്മുടെ സിലബസിലുണ്ട്. ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, വിച്ച് സോഷ്യൽ റിഫോമർ വാസ് റെഫേർഡ് ടു ആസ് കിങ് ഓഫ് പുലയാസ്? നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തൊട്ടേ കണ്ടവർക്ക് തന്നെ ഇവിടുന്ന് ഉത്തരം കിട്ടില്ലേ. പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വോയിസിൽ ഇപ്പൊ വേറെ ബ്രേക്ക് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നാലേ ഞാൻ അറിയുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആണ്. നിങ്ങൾ കമന്റ് ചെയ്യണത് അയ്യങ്കാളിയാണ്. എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ. അയ്യങ്കാളി നമ്മുടെ കേരളത്തിന്റെ ആ ഒരു സാംസ്കാരിക ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. അന്ന് കാലത്ത് താഴ്ന്ന ജാതിയിലുള്ളവരെ വിദ്യാഭ്യാസം അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടത്തില് പഞ്ചമി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൂടാതെ കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുലയരാജ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അയ്യങ്കാളിയാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള മറ്റു ഫാക്ടുകളൊക്കെ പഠിക്കണം. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചത്, ജനനം, മരണം, എവിടെ ജനിച്ചു, മാത്രമല്ല പുലയ സമരം, അതേപോലെ തന്നെ ഊരാട്ട് സമരം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഐഡന്റിഫൈ ദ സോഷ്യൽ റിഫോമർ ഹു ലെഡ് അച്ചിപ്പുടവ സമരം അറ്റ് കായംകുളം. കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അച്ചിപ്പുടവ സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭം നടത്തിയത് ഈ പറയുന്നതിൽ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമയം പോയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇദ്ദേഹം മുക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ സമരങ്ങളില് റവല്യൂഷണറി ആയിട്ടുള്ള, അതായത്
അഹിംസാപരമോ അങ്ങനെയുള്ളതൊന്നും അല്ല. അല്ലാതെ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയോളജീസ് നടപ്പിലാക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആദ്യ കാലങ്ങളിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ് അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇതിന്റെ ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. ഹൂ സജസ്റ്റഡ് ദ ഐഡിയ ഓഫ് ഫോമിംഗ് ദ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP ടു ശ്രീനാരായണ ഗുരു? SNDP എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചിട്ട് നമുക്ക് സംഘടനകൾ എന്ന ഭാഗത്തും പഠിക്കാനുണ്ട്. ഇവിടെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നുള്ളൊരു ഭാഗത്ത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ ഈ പറയുന്ന SNDP സ്ഥാപിക്കുക എന്നുള്ളൊരു ഐഡിയയെ കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെ ഉപദേശിച്ച വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി, TK മാധവൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഓപ്ഷനുകൾ. എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? കമന്റ് ചെയ്യുന്നുണ്ട്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ പൽപ്പു ആണ്. എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ പഠിത്തത്തിനെ ഇതൊന്ന് ബ്രഷപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് നമ്മൾ പോവാണ്. വിച്ച് സോഷ്യൽ റിഫോമർ മേഡ് ദ ഫേമസ് ഡിക്ലറേഷൻ இந்த உலகத்தில் ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ? എന്താണ് ഈ ലോകത്ത് ഒരേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് എഴുതാമായിരുന്നു അല്ലേ? അതിന്റെ ഒക്കെ മുമ്പ് இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞ വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. കണ്ടില്ലേ, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ആദ്യം തന്നെ ശ്രീനാരായണ ഗുരു എന്ന ഓപ്ഷനും തന്നിട്ടുണ്ട്. യെസ്, അപ്പൊ ഉത്തരം എന്താണ്? ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. ബേസിക് ആയിട്ട് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണിത്. ഉത്തരം എന്താണ്? തൈക്കാടയ്യാണ് അല്ലെ, ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോ തന്റെ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ചു എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. ഹിന്ദു ലോകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈക്കാടയ്യാണ്. അടുത്ത ചോദ്യം, ഹൂ ഫൗണ്ടഡ് ദ റിലീജിയസ് ഫിലോസഫി നോൺ as ആനന്ദമതം ആൻഡ് ഈസ് ഓൾസോ റെഫേർഡ് ടു as ഗുരു ഓഫ് എത്തിസ്റ്റ്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നതും ആനന്ദമതം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ആരംഭിച്ചതുമായിട്ടുള്ള വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെ, ആനന്ദമതം എന്ന് പറയുന്ന ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു സംഘടന എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ വിവരിച്ചു തന്നിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? എളുപ്പമാണ്, ഓപ്ഷൻ സി ആണ് അല്ലെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ സിലബസിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. സിലബസിനകത്തെ ഏറ്റവും ഫാക്ച്വൽ ആയ ഒരു ഭാഗം എന്ന് പറയാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഭാഗമാണ് ലിറ്റററി ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോരോ എഴുത്തുകാരെ കുറിച്ചിട്ട്, അവരെഴുതിയിട്ടുള്ള എഴുത്തുകളെ കുറിച്ചിട്ട്, അവരുടെ രചനകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണിത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കുറച്ച് കോഡുകളൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്തും എന്ത് ചെയ്യുക, എല്ലാരെയും കൂടെ ഒന്നിച്ചിട്ട് വാരി വലിച്ച് പഠിക്കാതെ മൂന്നാല് പേരെ വെച്ചിട്ട് പഠിക്കുക. അതേപോലെ തന്നെ കോഡുകൾ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഇവരെ കുറിച്ച് പഠിക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളില്ല അല്ലെ. അപ്പോ ഇവരുടെയൊക്കെ എഴുത്തുകളെ കുറിച്ച്, അവരുടെയൊക്കെ രചനകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. ആരെ കുറിച്ചൊക്കെ പഠിക്കണമെന്ന് സിലബസിൽ കൃത്യമായിട്ട് എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എഴുത്തുകാരുടെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, അതുപോലെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാൻ, വള്ളത്തോള്, ഇങ്ങനെ കുറെ പേരുടെ പേരുകൾ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലൊക്കെയാണ് ചോദ്യം ചോദിക്കുക, എങ്ങനെ ഉത്തരത്തിലേക്ക് വരണം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർസ് വർക്ക് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ MP പോൾ as a knife torn from life with blood on its edges? നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് കൃത്യമായിട്ട് ഞാൻ വിവരിച്ചു തന്നിട്ടുള്ള ഒരു ഭാഗം കൂടിയാണിത് അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രചനകളോടും എഴുത്തുകാരോടും നമുക്കൊരു ആത്മബന്ധം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെയൊക്കെ പഠിക്കാം അല്ലെ. അപ്പൊ ഈ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? MP പോൾ എന്ന് പറയുന്ന വ്യക്തി ഒരു സാഹിത്യ നിരൂപകനാണ് അല്ലെ. അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു രചനയെ കുറിച്ച് ഒരു അഭിപ്രായം പറയുണ്ടായി. എന്താ പറഞ്ഞത്? എ നൈഫ് ടോൺ ഫ്രം ലൈഫ് വിത്ത് ബ്ലഡ് ഓൺ ഇറ്റ് എഡ്ജസ് എന്ന്. അതായത് ജീവിതത്തിൽ നിന്നും ഊരിയെടുത്ത ഒരു വാള് അല്ലെങ്കിൽ ഒരു കത്തി, അതിന്റെ അറ്റങ്ങളിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു.
അതേത് കൃതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? യെസ്, കിട്ടുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ സി ആണ്, ബാല്യകാല സഖിയാണ് ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്ന ഒരു കൃതിയാണല്ലേ ബാല്യകാല സഖി. അപ്പൊ ആ ഒരു രചന വായിച്ചവർക്ക് അറിയാം അതിന് പറ്റുന്ന ഒരു വിശേഷണമാണ് ഈ തന്നിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം കിട്ടിയല്ലോ, ബാല്യകാല സഖി ബഷീറിന്റെ രചനയാണ്. അടുത്ത ചോദ്യം, ഹു ഡിസ്ക്രൈബ്ഡ് കുമാരനാശാൻ ആസ് ദ സ്റ്റാർ ഓഫ് റവല്യൂഷൻ? വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. ഇതുകൂടാതെ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നു, മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട ആള് എന്നറിയപ്പെടുന്നു. ഇത്തരത്തിലൊക്കെയുള്ള കുറേയധികം വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് കുമാരനാശാൻ അല്ലെ. ഇതുകൂടാതെ SNDP നടത്തിപ്പിനും അതിന്റെ സ്ഥാപനത്തിനും വിവേകോദയം പത്രത്തിന്റെ സ്ഥാപനത്തിനും ഒക്കെ തന്നെ അവിടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പേര് കൂടിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കുറച്ചധികം സാഹിത്യ നിരൂപകരുടെ പേരുകളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? യെസ്, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ജോസഫ് മുണ്ടശ്ശേരിയൊക്കെ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് കേട്ടോ. നമ്മൾ ലിറ്റററി ഫിഗേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നിരൂപകര്, അവരുടെ എഴുത്തുകള്, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പഠിച്ചു വെക്കണം. അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ചോദ്യമാണ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു രചനയാണ് രമണൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തമാശയ്ക്കോ അല്ലാതെയോ ഒക്കെ നമ്മൾ പാടി നടക്കുന്ന ഒരു ഭാഗമാണ് അല്ലെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ എന്നുള്ളത്, അല്ലെങ്കിൽ മരതകച്ചോലയിൽ മുങ്ങി മുങ്ങി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കൊക്കെ തന്നെയും അറിയുന്ന ഒരു വരികളാണ് അല്ലെ. അത്രയും ഫേമസ് ആയിട്ടുള്ള ആ മാസ്റ്റർ പീസ് ആയിട്ടുള്ള രമണൻ എഴുതിയ കവിയാണ് ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. അദ്ദേഹം ഏത് വർഷത്തിലാണ് രമണൻ പുറത്തിറക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഉത്തരം കൃത്യമായിട്ട് അറിയുമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ വർഷം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് അടിക്കരുത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ. അതുകൊണ്ടാണ് ഈ ഫാക്ടുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ലോജിക്ക് വെച്ചിട്ടൊന്നും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്ത ചോദ്യങ്ങളാണിത്. ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓപ്ഷൻ ബി ആണ് ഉത്തരം അല്ലെ. 1936. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഫോർ വിച്ച് നോവൽ ഡിഡ് തകഴി ശിവശങ്കരപിള്ള റിസീവ് ജ്ഞാനപീഠം അവാർഡ് ഇൻ 1984? 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുകയുണ്ടായി. താഴെ പറഞ്ഞതിൽ ഏത് കൃതിക്കാണ് അത് ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ജ്ഞാനപീഠം അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം പുരസ്കാരം എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ ഇന്നേ വരെ 6 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ജ്ഞാനപീഠം 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം ലഭിക്കുന്നത് നമുക്കറിയാം ജി ശങ്കരക്കുറുപ്പിനാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം കൊടുക്കുന്നത് തന്നെ ഒരു മലയാളിക്കാണ് അല്ലെ. അപ്പോ 1984 ഏത് കൃതിക്കാണ് തകഴിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ജ്ഞാനപീഠം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു കൃതിക്കോ അല്ലെങ്കിൽ സമഗ്ര സംഭാവനയ്ക്കോ രണ്ടിനായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എപ്പോഴും ഒരു കൃതി വന്നോളണം എന്നില്ല. ചിലരുടെ പഠിക്കുന്ന സമയത്ത് MT ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൃതി പറയാനില്ലല്ലോ എന്ന് ആലോചിക്കരുത്. അവർക്കൊക്കെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? എല്ലാം ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാം തന്നെ തകഴിയുടെ കൃതികളും തന്നെയാണ് അല്ലെ. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനയാണ് ഓപ്ഷൻ ഡി ആണ്, കയർ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക്, ലിറ്റററി ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാവുണ്ടല്ലോ അല്ലെ. കറക്റ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ. ഒരു തരത്തിൽ നമുക്ക് ലോജിക്ക് വെച്ച് കറക്കി കുത്താൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങളല്ല. ഹൈലി ഫാക്ച്വൽ ആണ്. പഠിക്കുക തന്നെ വേണം ഉത്തരം എഴുതാൻ. അടുത്ത ചോദ്യമാണ്, പൊൻകുന്നം വർഗീസ് ഡിബറ്റ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി വാസ് വിത്ത് വിച്ച് ഫിലിം ഫോർ വിച്ച് ഹി പെൻഡ് ദ സ്റ്റോറി ആൻഡ് ഡയലോഗ്? പൊൻകുന്നം വർക്കി എന്ന എഴുത്തുകാരൻ, അദ്ദേഹം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് കഥയും അതുപോലെ സംഭാഷണവും എഴുതിക്കൊണ്ട് ഒരു സിനിമയിൽ അദ്ദേഹം ഡിബറ്റ് ചെയ്യേണ്ടായി. ആദ്യമായിട്ട് അദ്ദേഹം മുഖം കാണിക്കുകയുണ്ടായി. അത് ഏത് സിനിമയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള റയർ ഫാക്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത് അല്ലെ. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. ഉത്തരം എന്താണ്? യെസ്, ആൻസർ ഒക്കെ ചെയ്യേണ്ടത്. എന്താണ് ഉത്തരം? നവലോകമാണ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഈസ് നോൺ ആസ് കേരള വ്യാസ
ഫോർ ഹിസ് സിംഗിൾ ഹാൻഡഡ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഓഫ് വിച്ച് എപ്പിക് ഇൻ ടു ഭാഷാ ഭാരതം. ഭാഷാഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതുകയുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഒരു കൃതിയുടെ ഒരു ഇതിഹാസത്തിന്റെ മലയാളം പരിഭാഷയാണ്. അത് എഴുതിയതോടുകൂടി അദ്ദേഹത്തിനെ കേരള വ്യാസൻ എന്ന് വിളിക്കപ്പെടുന്നു. അത് ഏത് കൃതിയാണ്, ഏത് ഇതിഹാസത്തെയാണ് അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നു എന്ന് പഠിച്ചു. ഭാഷാഭാരതം എന്ന് പറയുന്നത് ഏത് ഇതിഹാസത്തിന്റെ മലയാള ട്രാൻസ്ലേഷൻ ആണെന്ന് പഠിക്കും. കൂടാതെ ഭാഷാഭാരതം എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എന്നും നമ്മൾ പഠിച്ചു. ഇതിന്റെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരതമാണ്. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം ശരിക്കും രചിച്ചത് വ്യാസനാണ്. അതുകൊണ്ട് അതിനെ മലയാളത്തേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കേരള വ്യാസൻ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഭാഷാഭാരതമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം ഉള്ളൂർ എസ് പരമേശ്വര അയ്യരെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹിസ് മഹാകാവ്യ ഉമാ കേരളം വാസ് പബ്ലിഷ്ഡ് ഇൻ 1940. അദ്ദേഹത്തിന്റെ മഹാകാവ്യമായിട്ടുള്ള ഉമാകേരളം 1914 പ്രസിദ്ധീകരിച്ചു എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ഹീസ് നോൺ as ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പബ്ലിഷ്ഡ് കേരള സാഹിത്യ ചരിത്രം ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം എന്നും തന്നിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം എന്താണ്? എന്താണ്? യെസ്, കുറെ പേര് ഓപ്ഷൻ ഡിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ഓക്കെ, കേരള സാഹിത്യ ചരിത്രം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അത് ശരിയാണ് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. നമ്മൾ നോക്കുക, സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇദ്ദേഹത്തിന്റെ മരണാനന്തരമായിട്ട് കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചതല്ലേ കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ അത് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം എന്നുള്ളത് തെറ്റല്ലേ, പോസ്റ്റ്മസ് ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണത്. ബാക്കി രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഉമാകേരളം ഉള്ളൂരിൻ്റെതാണ്. പ്രശസ്തമായിട്ടുള്ള മലയാളത്തിലെ ലക്ഷണമൊത്ത കുറച്ച് കൃതികൾ, കുറച്ച് മഹാകാവ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന കൃതിയാണ് ഉമാകേരളം എന്ന് പറയുന്നത്. പിന്നെ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഒന്നും രണ്ടും ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്ഷൻ ബി ആണ്. അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പി കേശവദേവ്സ് ഓട്ടോബയോഗ്രഫി റിഫ്ലക്റ്റിംഗ് ഹിസ് കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസ്. തന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് പി കേശവദേവ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? തന്നിരിക്കുന്നതൊക്കെ തന്നെയും പി കേശവദേവിന്റെ രചനകൾ തന്നെയാണ് തന്നിരിക്കുന്നതൊക്കെ. ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? യെസ്, എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അത് അല്ലെ. വളരെ എളുപ്പമാണ്. ഓപ്ഷൻ സി ആണ്, എതിർപ്പാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ അധികം ചോദ്യങ്ങൾ, നമ്മുടെ സിലബസ് നമ്മൾ നന്നായിട്ട് പറഞ്ഞു പോയി. അതേപോലെ ചോദ്യങ്ങൾ നമ്മൾ നോക്കി. സിലബസ് അറിഞ്ഞ് തന്നെ നമ്മൾ പഠിക്കുക കേട്ടോ. സിലബസ് നോക്കുക, അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ. ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഫാക്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇനി വരാൻ പോകുന്ന HSC നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ ബ്രൈറ്റ് അക്കാഡമി അടുത്തൊരു ബാച്ച് നമ്മൾ ഉടനെ തന്നെ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലും അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷനിലും ഒക്കെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫാക്റ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. താങ്ക് യു.